അമ്മാവോ 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 എന്താടാ ചെവിയെ കിടന്ന് കാണുന്നത്? മനുഷ്യന് സ്വസ്ഥമായിട്ട് കിടന്നൊന്ന് ഉറങ്ങാനും സമ്മതിക്കൂലേ? എല്ലാവരും കുറച്ചൊന്ന് മാറി നിൽക്കുക. അമ്മാവിന് കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ടാ. എല്ലാവരും ഒന്ന് മാറിക്കുക, ഒന്ന് മാറിക്കുക. ഒന്ന് വന്നേ, വലിയ ചിഞ്ഞു വന്നേ, ഒന്ന് മാറിയേ. എല്ലാവരും ഒന്ന് പുറത്ത് കിടന്ന് നിൽക്കുക. നമ്മളൊക്കെ ഒന്ന് സഹകരിക്കുക. അതെ, അതിന് ശരി. അതെ എടീ, നീ വന്നേ. എന്താടാ സകലമാന പേരും വന്നിട്ടുണ്ടല്ലോ, വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും ഒക്കെ. അല്ല അമ്മാവനെ ഇപ്പൊ പ്രത്യേകിച്ച് അസുഖം വല്ലതും തോന്നുന്നുണ്ടോ? ഉണ്ട്. എന്താണാവോ? ആയ കാലത്ത് കല്യാണം കഴിച്ചില്ലല്ലോ എന്നൊരു വിഷമം. അയ്യോ, അതിനെന്തിനാ അമ്മാവൻ വിഷമിക്കുന്നേ? ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? എന്തിനാ എന്നെ കൊല്ലാനോ? അല്ല, ഞാനും അമ്മണി 3 ദിവസമായിട്ട് ഉറക്കം വെച്ച് ഇവിടെ കാത്തു കുത്തിരിക്കുക. അതറിയാവോ? അത് തന്നെയായ എന്റെയും വിഷമം. എന്ത്? എനിക്ക് ഭാര്യ മക്കളും ഉണ്ടായിരുന്നെങ്കിൽ നീയൊന്നും സ്വത്തും മോഹിച്ച് ഇവിടെ വന്ന് ഉറക്കം നിൽക്കേണ്ടി വരില്ലായിരുന്നു. നീ അവിടെ ഇരുന്ന് എന്തോ ചെയ്യുവാടാ? ഞാനേ അമ്മാവന്റെ കാല് തിരുമ്പുക. സുഖമുണ്ടോ അമ്മാവ? ഇരപ്പി അവിടെ നിന്ന് വാളം പിടിച്ച് തൊട്ടാലറിയാത്ത കാലെ തിരുമ്പിയാ മനുഷ്യനെ സൂക്ഷിക്കുന്നത്. എനിക്ക് പോടാ അവിടെ. എല്ലാവരും ബഹളമില്ലാതെ പുറത്തു പോയി കഴിച്ചല്ലേ? എല്ലാവരും പുറത്തു പോ. അമ്മാവൻ സമാധാനമായിട്ടൊന്ന് മരിച്ചോട്ടെ. ഈ പിള്ളേരുടെ ബഹളം കാരണം വായു വലിക്കുന്നത് കേൾക്കാൻ ഒക്കില്ല. അങ്ങേരത്ര പെട്ടെന്നൊന്നും ഇല്ലാവുമെന്ന് എനിക്ക് തോന്നണില്ല. ഇനി ഒറ്റ മാർഗമുള്ളൂ. അല്ലാതെ വിഷം കൊടുക്കണം. എന്റെ പ്രഭാവര ദൈവദോഷം പറയാതെ. പിന്നെ ചാകും എന്ന് പറഞ്ഞ് എത്ര ദിവസം നോക്കിയിരിക്കണേ? മനുഷ്യന് വേറെ പണിയില്ലേ? തിരക്കുള്ളവർക്കൊക്കെ പോകാം. ഞാനും അമ്മണി ഇവിടെ തന്നെ ഉണ്ടാവും. അല്ലയോ, അതങ്ങ് മനസ്സിരിക്കട്ടെ. ഞങ്ങള് എങ്ങും പോകുന്നില്ല. ഞങ്ങള് ഇവിടെ തന്നെ കാണും. ഞാൻ പറഞ്ഞില്ല പോകാൻ. തിരക്കുള്ളവർക്കൊക്കെ പോകാം എന്നല്ലേ പറഞ്ഞോളൂ അമ്മണി? അത്ര തന്നെ. ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല. ചേട്ടന് ആവശ്യത്തിന് ലീവുണ്ട്. അമ്മാവിന്റെ ചതി ഇറങ്ങിയിട്ടേ ഞങ്ങൾ പോകുന്നു. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വരാൻ പാടില്ല. അതെ, ഓരോരുത്തർക്കുള്ളത് ആണാ പൈസ ഇല്ലാതെ കണക്കാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എവിടെ വീഴ്ച? എടാ കൊച്ചല്ല, നീ വന്നേ. നീ പോയ കാര്യം എന്തായി? സാധനങ്ങളൊക്കെ ഉടനെ എത്തും. എത്തുന്നു മാത്രമേ കാര്യമില്ല, എത്തണം. വേറെ ഉടനെ എത്തുമെന്ന്. അത് ആദ്യം എത്തണം, അതാണ് അത്യാവശ്യം അല്ലേ മണി? പിന്നെ ആ പ്രജാപാർട്ടിയുടെ കാര്യം എന്തായി? അഡ്വാൻസ് കൊടുത്തു. എത്ര കൊടുത്തു? 100 രൂപ. അയ്യോ, അത് കുറച്ച് കൂടുതലായി പോലെ ദൈവം. 35 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് 1 തരം പാർട്ടിയെ കിട്ടിയേനെ. പിന്നെ ഈ വകയ്ക്ക് എന്റെ പണം ചെലവായിട്ടുണ്ട്. അത് വരവ് വയ്ക്കണം. ഇവരേതാ നക്കാപ്പിച്ച കണക്ക് കണക്കായിരിക്കണം. ഇങ്ങേരുടെ കയ്യിൽ നിന്ന് ചെലവാകുന്നതിന് മാത്രം കണക്കില്ലാതാവരുത്. ഇത് കേട്ടോട്ടെ അമ്മ, ഇത് കേട്ടാ? ഇന്നലെ കറണ്ട് പോയപ്പോഴേ 1 രൂപ 50 പൈസയുടെ മെഴുകുതിരി വാങ്ങിച്ചു ആരാ? ഞാനാ 1 രൂപ 50 പൈസയല്ല, 1 രൂപ 65 പൈസയുടെ മെഴുകുതിരി ഞാൻ അവിടെ കത്തിക്കുന്നുണ്ട്. എന്നിട്ട് കണക്ക് പറഞ്ഞോ? കളയളിയാ, ലക്ഷക്കണക്കിന് രൂപ കിട്ടാൻ പോണ നേരത്തല്ല ഈ അനാ പൈസയുടെ കണക്ക് പറയുന്നത്. അയ്യോ, അതിന് മനുഷ്യനൊന്ന് ചത്ത് കിട്ടിയിട്ട് വേണ്ടേ? എന്റെ ഗുരുവായൂരപ്പ, ഇങ്ങനെ കാലനും വേണ്ടായോ? ഭൂമിയിൽ ഈ പട്ടികൾക്ക് മാത്രമേ നമ്മളെ കാണാൻ കഴിയും. അത് വല്ലാതെ കുറയ്ക്കുന്നില്ല. കുറച്ചോട്ടെ, നിനക്കെന്താ? കൂട്ടുകാരല്ലേ? ഭൂമിയിലുള്ള ഓരോ ജീവിക്കും അതിൻ്റെതായ ധർമ്മമുണ്ട്. പട്ടിയുടെ ധർമ്മം കുറയ്ക്കുക എന്നുള്ളതാണ്. നീ ഇവിടെ നിൽക്കും, ഞാൻ അകത്ത് പോയി പപ്പനാവനെ ഒന്ന് കണ്ടിട്ട് വരാം. ഹലോ, ഇത് കൊള്ളാമല്ലോ. ഏത് പോലീസുകാരൻ കൊടുത്താലും കിട്ടും 100 രൂപ. ഇതൊന്നേ അവസ്ഥ അറിയാതെ വെറുതെ കുറച്ച് തൊണ്ട പൊട്ടിക്കില്ല കേട്ടാ. എന്തിനാ വെറുതെ അവരാവശ്യമില്ലാതെ കുറയ്ക്കണേ? എന്തിനാ അത്? അയ്യോ, എന്റെ അമ്മാവൻ തപ്പേ. ഞാൻ ആദ്യം പോട്ടെ, എന്റെ മാവനാ. ഇതാണ് പപ്പനാവൻ എന്ന പപ്പൻ. ഇതിനെയാണോ ശരിക്കും നോക്ക്? അയാൾക്ക് വാദം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ആള് തന്നെയാ. വാദവും പിത്തമൊക്കെ ശരീരത്തിലേ ഉള്ളൂ, ആത്മാവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊക്കെ ആരാ?
ഞാൻ കാലനാ. അല്ല, ആത്മാവ് ബോധം കെട്ട് വീഴോ? ഇതൊക്കെ ഇവന്റെ അടവല്ലേ? നീ അകത്തേക്കല്ലേ ഇവന്റെ ശരീരമാക്കി വെച്ചിട്ടുണ്ട്. ചെന്ന് കയറിക്കോ, താമസിക്കണ്ട. ഇടാ, പേടിക്കണമെന്നില്ലടാ. എന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശരീരത്തിലേക്ക് ഇടിച്ചങ്ങ് കയറിച്ചാ മതി. ചെല്ല്. ആ, പിന്നെ ഒരു കാര്യം, ഇനിയുള്ളതിന്റെ 7 ദിവസം ഇവിടെ കഴിഞ്ഞോണം. ചുമ്മാ എന്നെ ശല്യപ്പെടുത്തരുത്. ആ, ഞങ്ങളെ വിട്ടേച്ച് പോയല്ലോ. മര്യാദ കിടന്ന് ഉറങ്ങിക്കൂ. 2 ദിവസത്തെ ഉറക്കക്ഷീണമുണ്ട് മുഖത്ത്. അപ്പഴത്തേക്ക് എന്നാലേ മരിപ്പറിയിക്കാനെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടന്ന് ഓടേണ്ടി വരും. ഞാനിവിടെ കിടന്ന സംഗതി ആ കുഴ കിട്ടാൻ മണി ഒറ്റെണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളൂല. അവര് കൊറേ കുഴയ്ക്കും. ഈ അമ്മണിയുടെ കണ്ണ് വെട്ടിച്ചിട്ട് ഓരോരുത്തർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല. നിങ്ങൾ ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കൂ. ആരെങ്കിലും ചോദിച്ചാലേ ഞാനിവിടെ ദുഃഖം കൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞാൽ മതി. അത് പിന്നെ പറയാനുണ്ടോ? നാളെ 10 മണിക്ക് മുമ്പ് ഈ ചടങ്ങൊക്കെ ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ നമുക്ക് സ്ഥലം വിടായിരുന്നു. എത്ര ദിവസമായി കുട്ടികൾ പള്ളിക്കൂടത്തിൽ പോയിട്ട്? അങ്ങനെ ഇപ്പൊ പോകണ്ട. 4 കാശ് കിട്ടണായിരുന്നു എന്റെ അമ്മയുടെ ഒരു സ്കൂളിൽ പോക്ക്. അയ്യോ, ദുഃഖം ശിരസിൽ അടിച്ചായിരിക്കും. കുറച്ച് കാറ്റ് കൊണ്ട് എല്ലാം ശരിയാവും. ചേച്ചി, ചേച്ചി, ചേച്ചിക്ക് എന്ത് പറ്റി? കണ്ണു തുറക്കി ചേച്ചി. ചേച്ചി, അവളെ എന്നെ കണ്ടൊന്ന് പേടിച്ചതാ. എന്തായി? എന്ത് പറ്റി? അയ്യോ അയ്യോ, എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി? എന്ത് പറ്റി? പേടിക്കാനൊന്നുമില്ല ഏട്ടാ, ഒരു ബോധക്ഷേമ. അളിയന്റെ നോട്ടം കണ്ട ഞങ്ങളെ ചെയ്തിട്ടാണ് തോന്നുമല്ലോ. നിങ്ങളൊക്കെ എന്തും ചെയ്യാൻ മടിയില്ലാത്തതെന്ന് എനിക്കറിയാവടാ. അയ്യോ, ഞങ്ങളൊന്നും ചെയ്തല്ല. മിണ്ടിപ്പോന്ന് കൊല്ലും ഞാൻ, കൊന്നുകളയും ഞാൻ. ഇവിടെ എന്താ നടന്ന ആളിയാൻ അറിയാത്തോണ്ടാ. എനിക്കറിയണം. മാത്രമല്ല ഞാൻ ആരാന്ന് ഇവരൊക്കെ അറിയിക്കാൻ വേണം. എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് പറയടാ. പറയില്ലല്ലേ? പറയില്ലല്ലേ? അറിയണമെങ്കിൽ അങ്ങോട്ടല്ലേ? എങ്ങോട്ട്? അങ്ങോട്ട്. ഞാൻ അങ്ങോട്ട് മാത്രമല്ല എങ്ങോട്ട് ചെല്ലും ഞാൻ. അറിയാവോ? നിങ്ങൾ ആരും പറയില്ലടാ എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന്. എനിക്കറിയാം. എന്റെ അമ്മ എന്ത് ചെയ്തോന്ന് എനിക്കറിയാം. അറിയാവോ? ഒരൊക്കെ ഞാൻ പറഞ്ഞില്ല. എന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. എന്റെ അമ്മ bastard. വൈകിയാണ് അറിഞ്ഞത്. ഞാനല്പം താമസിച്ചു പോയി. എവിടെയാണാവോ പരേതന്റെ മൃതദേഹം? അങ്ങോട്ട് എന്നാ മതി. ഞാനിവിടുത്തെ MLA. അത് ഈ വേഷം കണ്ടപ്പോ തന്നെ മനസ്സിലായി. എതിർ കക്ഷിക്കാരാണെന്ന് തോന്നുന്നു. ഇവന് നോട്ട് ചെയ്തേക്കൂ.
ഇപ്പോഴൊന്നും വേണ്ട, മരണം ഇവിടെ അല്ലേ, സംയമനമാണ് ഇവിടെ നല്ലത്. വരൂ. താഴെന്താ ഒരു ഘോഷയാത്രയായിട്ട് ഇങ്ങോട്ട്? അയ്യോ, ഇത് ഘോഷയാത്ര ഒന്നുമല്ല, എല്ലാം നമ്മുടെ കുട്ടികളാണ്. നമ്മുടെ കുട്ടികളോ? തന്റെ കുട്ടികളായിരിക്കും. പപ്പൻ ചേട്ടൻ അറിയാമല്ലോ, ഒരു MLA എന്ന് പറയുമ്പോ അയാൾക്ക് ആ നിയോജക മണ്ഡലത്തിലുള്ള എല്ലാ വീടുകളുമായി ബന്ധം കാണും. ഇതെന്താ ഇത്? ഇത് നമ്മുടെ പാർട്ടിയുടെ വക ഒരു സന്തോഷം. നമ്മുടെ പാർട്ടിയോ? പപ്പൻ ചേട്ടൻ എന്റെ പാർട്ടിക്കാരാണല്ലോ. ഞാൻ പഴയ പപ്പനല്ല. പഴയതായാലും പുതിയതായാലും ഞങ്ങൾക്ക് പപ്പൻ ചേട്ടനെ മറക്കാനാവില്ല. നിങ്ങൾ വന്ന കാര്യം പറയണം. ഒരു ഫോട്ടോ എടുക്കുന്നതിൽ വിരോധമില്ലല്ലോ. എന്ത് വിരോധം? ഫോട്ടോ. പപ്പച്ചേട്ടന് ഒന്നും തോന്നരുത്, നാളെയും മറ്റന്നാളും എനിക്ക് തീരെ സമയമില്ല, അതുകൊണ്ടാണ് ഇത് ഇന്ന് തന്നെ ആക്കിയത്. ഒരു നിമിഷം കണ്ണടച്ചു, പ്ലീസ് പ്ലീസ്. എടുത്തോളൂ. എടുക്കാൻ പറ്റേ? അപ്പോഴേ ഇങ്ങോട്ട് വാ. പോവുകയാണെങ്കിൽ കുന്തം കൊണ്ട് പോ. എടുത്തോളൂ, എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കൂ, കളയണ്ട, ഇനിയും ഉപയോഗിക്കാം. എന്തൊരു ഉറക്കമാണോ ഇത്? ആരാ? ഞാനാ, കാലൻ. അങ്ങനെ നോക്കിയാലൊന്നും എന്നെ കാണില്ല. നശ്വരമായ ശരീരത്തിലിരിക്കുന്ന നിനക്ക് അനശ്വരനായ എന്നെ കാണാൻ സാധിക്കില്ല. നിനക്കൊരു ശരീരമുണ്ടെന്നുള്ള ചിന്ത വെടിഞ്ഞ് എന്നെ ധ്യാനിക്കുക. എങ്ങനെയുണ്ട് പപ്പ? ഇതൊരു തരം ചീറ്റിംഗ് ആയിപ്പോയി. അത് കൊള്ളാം. നല്ലൊരു ശരീരം സംഘടിപ്പിച്ചെന്ന് അതിന്റെ വിശേഷമൊക്കെ ഒന്ന് അറിയാതെ കയറിയപ്പോ നീ എന്റെ മെക്കെട്ട് കയറുകയാണോ? ഇതൊരു ശരീരമാണോ? എന്നാ കണ്ടു മനസ്സിലാവുന്നില്ലേ? എന്റെ ശരീരം എത്ര സ്മാർട്ട് ആയിരുന്നു എന്ന് കാലിനറിയാമോ? അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? അങ്ങനെ കൈയൊഞ്ഞിട്ട് കാര്യമില്ല, നഷ്ടം എനിക്കാ. എന്റെ വിലപ്പെട്ട ഒരു ദിവസം ഇവിടെ പോകുന്നത്. ഇന്ന് രണ്ടിലൊന്നും ചെയ്യണം. എന്ത് ചെയ്യണമെന്ന്? എനിക്ക് ശരീരം വേണ്ട, എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല, പുറത്തിറങ്ങാൻ സ്വാതന്ത്ര്യമില്ല. വെറും യൂസ്ലെസ്. എനിക്ക് ഉടനെ ഒരു നല്ല ശരീരം സംഘടിപ്പിച്ചു തരണം. ആയുസത്തെ ആളെ പിടിക്കുന്ന എങ്ങനെടാ? അപ്പൊ എന്നെ പിടിച്ചതോ? അത് എനിക്ക് പറ്റിയൊരു കയ്യബദ്ധമല്ലേ പപ്പ? എങ്കിൽ അതുപോലെ അബദ്ധം കൂടി ചെയ്യേ. നല്ല ഒരുത്തിനെ പിടിച്ച് അവന്റെ ശരീരം എനിക്കിതാ. നിന്റെ കാര്യം തന്നെ എന്നെ പുലിവാല പിടിപ്പിച്ചിരിക്കുക. നീ അതും പറയാനിട്ടാ വേറെ. അങ്ങോട്ടൊന്ന് എഴുന്നേറ്റേ. എന്നാ മരിച്ചോ മരിച്ചോ? അയ്യോ അതല്ല. ഒന്ന് എഴുന്നേക്കെന്ന് ഒരു കാര്യം കാണിച്ചാരാ. എന്ത് കാര്യം? വാ.
ഈ പാതിരാത്രിക്ക് എന്തോന്നൊരു കാര്യം? പാതിരാത്രി ആ. നേരം വെളുക്കാറായി. വരാനല്ലേ പറഞ്ഞത്? കൈവിട് കൈവിട് വിട് വിട് വാന്ന്. വിട് 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 കൈവിട്. വാ. ആ വാ വരാം വിട്. വിടാണ്ട് അങ്ങനെ വരാൻ പറ്റുന്നേ. നേരെ അങ്ങോട്ട് പോകുന്നു. ഇങ്ങോട്ട് വരാനേ. അവിടെ 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 നോക്ക്. എന്താ? ഞാനിതൊക്കെ നിങ്ങളോടല്ലാതെ പിന്നെ വേറെ ആരോട് പറയാനാ? ഭ്രാന്താണോ? അതൊന്നും എന്നോട് പറയണ്ട. ഒരു നിവൃത്തിയില്ല. ഈ ദുരിതങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തേ നോക്കൂ. അത് ശരി. മനുഷ്യന്റെ അവസ്ഥയെ പറ്റിയും അവന്റെ ബുദ്ധിമുട്ടുകളെ പറ്റിയും പറഞ്ഞാൽ മനസ്സിലാകുന്ന വർഗങ്ങളല്ലല്ലോ നിങ്ങൾ. ഈ കൊരങ്ങളി ഇന്നെങ്കിലും അവസാനിപ്പിക്കാം. ഞാനോ? എന്തിന്? എവിടെ? ഇവിടെയോ? എപ്പോഴേ? ഇപ്പോഴോ? അധികമുണ്ടോ? നീ ചൂടാകാതെ. സത്യം പറഞ്ഞ നിന്റെ കാര്യത്തിൽ എനിക്കും വിഷമമുണ്ട്. വിഷമമുണ്ടെന്ന് ചുമ്മാ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? എനിക്കും കൂടെ തോന്നണ്ടേ? നിനക്ക് തോന്നാതെ ഞാനിപ്പോ എന്ത് ചെയ്യാൻ? എനിക്ക് എല്ലാരും വിവരം അറിയിക്കണം. ഞാൻ ജീവിച്ചിരിപ്പില്ലെന്ന കാര്യം എല്ലാരും അറിയണം. അതിന് നീ മരിച്ചിട്ടില്ലല്ലോ, ഇപ്പോഴും ജീവിച്ചിരിക്കല്ലേ? കണ്ടവന്റെയൊക്കെ ശരീരത്തിൽ കയറി ജീവിച്ചിട്ടുണ്ട് കാര്യം, പ്രത്യേകിച്ച് ഈ കിളവന്റെ ശരീരത്തിൽ. എഴുന്നേറ്റ് ശരിക്ക് നടക്കാൻ പറ്റുന്ന ഒരുത്തനെ എനിക്ക് സംഘടിപ്പിച്ചു തരണം. എന്നിട്ട് എന്തോ ചെയ്യാനാ? എന്റെ കഥ എല്ലാരും അറിയിക്കാൻ. എന്റെ പപ്പ, നീ പറയുന്ന ഒരു എളുപ്പമുള്ള കാര്യമല്ലത്. ഭൂമിയിൽ ആരോട് പറഞ്ഞാലും വിശ്വസിക്കാൻ പോകുന്നില്ല. നിനക്ക് ഭ്രാന്താണെന്നും പറഞ്ഞ് പിടിച്ച് ചങ്ങലക്കിടും. പിന്നെ നിന്റെ ശേഷിച്ച ദിവസങ്ങളിൽ ചങ്ങലേ കിടക്കേണ്ടി വരും. ഇപ്പോഴും ഏതാണ്ട് അതുപോലെ തന്നെയാ. ചങ്ങല ഇല്ലെന്നേ ഉള്ളൂ. കണ്ടില്ലേ, ഒരു ഭാഗം മുഴുവൻ ഫീസായി കിടക്കുക. മര്യാദക്ക് നല്ലൊരു ശരീരം സംഘടിപ്പിച്ചു തന്നില്ലെങ്കിൽ നീ നാളത്തെ ഒരു ദിവസം കൊണ്ടൊന്ന് ക്ഷമിക്ക. നാളെ രാത്രി ഒരുത്തം മരിക്കാനുണ്ട്. ആരാ? പേര് കേട്ട ഒരു ചട്ടമ്പി. ചട്ടമ്പിയോ? ആള് പാവമാ. കളവും ചട്ടമ്പിത്തരവും ഒക്കെ പണക്കാരുടെ അടുത്തേ ഉള്ളൂ. പാവപ്പെട്ടവരുടെ കാണപ്പെട്ട ദൈവമാ. അതാരാണ്? കായംകുളം കൊച്ചുണ്ണിയോ? ഏയ്, കായംകുളം കൊച്ചുണ്ണിയല്ല, കായിക്കര കൊച്ചാപ്പു. ആരാ? എന്ത് വേണം? സിംഗപ്പൂരിൽ നിന്ന് വന്ന ആൻഡ്രപ്പൻ. ഞാൻ തന്നെയാ. നമ്മളാരാ? ഞാൻ കൊച്ചാപ്പു, SI കൊച്ചാപ്പു. SI ആണോ? വരൂ, അകത്തേക്ക് വരൂ.